ഹലോ. അപ്പോൾ ഇന്നൊരു പീരീഡ്സ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇത് ശരിക്കും എൻ്റെ മൂന്നാമത്തെ ഡേ ആട്ടോ. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ എനിക്ക് നല്ല വയറുവേദനയായിരിക്കും ആദ്യത്തെ ആ ഒരു 2 ദിവസം. അതുകൊണ്ട് ഞാൻ പിന്നെ മൂന്നാമത്തെ ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യത്തെ 2 ദിവസം എന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പോയിട്ട് മര്യാദക്കൊന്നും ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നേ. അപ്പം ഞാൻ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് കിടന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എനിക്ക് രാത്രി നല്ല പനിയായിരുന്നു കേട്ടോ. അപ്പം തണുത്തിട്ട് വയ്യാണ്ടായി ആകെ മൊത്തം. അങ്ങനെ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് കിടന്നത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റാൽ ഞാൻ പീരീഡ്സിൻ്റെ സമയത്ത് ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നേരെ പോയി ഫ്രഷ് ആവുക. അതായത് എൻ്റെ കുളിയും പല്ല് തേപ്പൊക്കെ. ഞാനിപ്പം റീസെൻ്റ്ലി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഈ പാഡ് കംഫയാണ്. ഇതിന് 35 രൂപയുള്ളൂ. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇത് പറയുന്നത്. കാരണം നല്ലൊരു തിക്കായിട്ടുള്ളതാണ്. നമ്മളെ സ്റ്റേ ഫ്രീ പോലെയല്ല. കുറച്ച് നേരമൊക്കെ ഇത് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ പെട്ടെന്ന് ലീക്കേജൊന്നുമില്ല. അപ്പോൾ ഓഫീസിലായാലും സ്റ്റുഡൻസിന് ജോലിക്ക് പോകുന്നവർക്കൊക്കെ വർക്കേഴ്സിനൊക്കെ നല്ലതായിരിക്കും ആ ഒരു പാഡ് കേട്ടോ. ഞാൻ ഉപയോഗിച്ചുകൊണ്ട് പറയണേ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം പുലർന്നിട്ടുണ്ട് കേട്ടോ. ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പനിയും ആയി, പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ചായ വെക്കാൻ നോക്കിയതാണ്, പാലങ്ങനെ തന്നെ തെറിച്ചു പോയി. നല്ല കട്ടപ്പാലായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞേണേ. എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട്, അതായത് കുറച്ച് മാസങ്ങളായിട്ട് പീരീഡ്സ് വരുമ്പം ഇങ്ങനെ പനിയുടെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? അതറിയെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റിൽ പറയട്ടോ. അപ്പോൾ എന്താ പറയുക, പനിയുടെ ലക്ഷണം എന്ന് വെച്ചാൽ നല്ല രീതിക്ക് തണുപ്പ്, കാലൊക്കെ ഒരുമാതിരി തരിപ്പ് കയറുക, അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് ഉൾപ്പനിയുടെ ഒക്കെ ലക്ഷണം ഉണ്ടാവില്ലേ, ആ ഒരു ലക്ഷണങ്ങൾ എനിക്ക് ഇതിന് മുന്നേ ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ടാട്ടോ അങ്ങനെയൊക്കെ തോന്നി തുടങ്ങിയത്. അങ്ങനെ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഐഷിപ്പാൻ്റാണ്, അത് കാര്യമാക്കണ്ട കേട്ടോ. ഓക്കെ. പിന്നെ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്തെന്ന് വെച്ചാൽ ചൂടായിട്ട് എന്തെങ്കിലുമൊക്കെ അകത്ത് പോകുമ്പോൾ നല്ലൊരു ആശ്വാസമായിരിക്കും അല്ലേ. അപ്പം നല്ല ചൂട് ചായ കുടിക്കുകയാണ്. പിന്നെ അപ്പം ബാക്കിൽ നമ്മളെ TV ഓടുന്നുണ്ട് കേട്ടോ. ന്യൂസൊക്കെ കണ്ടാണ് ചായ കുടിക്കുന്നത്. അത് കൂടാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ പറയുന്നത് അത്ര നല്ലൊരു ഹെൽത്തി പീരീഡ്സ് ഡേ ആണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കും, തിളപ്പിച്ചാറ്റിയ വെള്ളം. നല്ലൊരു സുഖമല്ലേ അത് വയറ്റിലേക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ ഞാൻ കുടിക്കുന്ന കണ്ടപ്പോൾ അവിടെ സൈഡിൽ ഐഷു വന്നിട്ടുണ്ട്. അവൾ വിചാരിച്ച് ഞാൻ വേറെ എന്തോ സ്പെഷ്യലായിട്ട് കുടിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. പിന്നെ ഇന്നലെ എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് ഞാൻ പാത്രങ്ങളൊന്നും കഴുകി വെക്കാതെയാണ് കിടന്നത്. അപ്പം എന്നെ കിച്ചണിലൊക്കെ അശ്രു എന്നെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അവന് ഈ പാത്രം കഴുകുന്നതൊന്നും അവന് തീരെ ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ഈ പാത്രം കഴുകൽ. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ അത് കഴുകി. പിന്നെ എനിക്ക് വരുന്നൊരു ക്രേവിങ്സാണ് മധുരം കഴിക്കുക എന്നുള്ളത്. ശരിക്കും ഈ സമയത്ത് മധുരം കഴിച്ചുകൂടാന്നാണ് പറയാറ്. പക്ഷെ എനിക്ക് മധുരത്തിനോടാണ് ഒരു ക്രേവിങ്സ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറൊക്കെ വെച്ചു കേട്ടോ. പിന്നെ കറി അശ്രു ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന്. പിന്നെ ഞാൻ പണ്ട് മുതൽ കേട്ട ഒരു ഇതാണ് കേട്ടോ, അത് സത്യമല്ല എന്ന് എനിക്കിപ്പം മനസ്സിലായി. ഇപ്പം എന്നല്ല, കുറച്ച് കാലമായിട്ട് മനസ്സിലായി, കുറച്ച് മാസങ്ങളായിട്ട് മനസ്സിലായി. അതായത് എല്ലാവരും പറയുമല്ലോ, പ്രസവിച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പിന്നീട് പ്രസവം കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പീരീഡ്സ് വേദന ഉണ്ടാവില്ല, അങ്ങനെ എന്തൊക്കെയോ മിത്തുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. സത്യം പറയുമല്ലോ ഗൈസ്, അതൊന്നും ആരും വിശ്വസിക്കരുത് കേട്ടോ. വെറും കള്ളം, അത്രയേ ഉള്ളൂ. എന്താ വെച്ചാൽ എനിക്കൊന്നും ഒരു മാറ്റവുമില്ല. പ്രസവം ഞാൻ എങ്ങനെയായിരുന്നു എൻ്റെ മുമ്പേ ഉള്ള പീരീഡ്സ് അതുപോലെ തന്നെയാണ് ഇപ്പോഴും എൻ്റെ പീരീഡ്സ്, യാതൊരു മാറ്റവുമില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് ആദ്യം നന്നായി തണുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ഡ്രസ്സിൻ്റെ മുകളിൽ തന്നെ അശ്രുവിൻ്റെ ഒരു നല്ല കുറച്ച് കട്ടി കൂടിയ ഷർട്ട് എടുത്തിട്ടേക്കാണ്. പിന്നെ അശ്രു ഉച്ചക്ക് കറിയൊക്കെ സെറ്റാക്കി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പം ചെറിയ പനിക്കോൾ ഉള്ളതുകൊണ്ട് തന്നെ അശ്രു പറഞ്ഞു ഡോള ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എൻ്റെ കുഞ്ഞിക്കുരിപ്പ് എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. ഗുളികയൊക്കെ കഴിച്ച് കിടക്കാനൊന്നും പറ്റിയില്ല. വൈകുന്നേരം വരെ അവളോട് കളിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ആദ്യം ഒരു ചൂട് കട്ടൻ ചായയൊക്കെ അകത്താക്കി. അപ്പോൾ ഇതൊക്കെയാട്ടോ ഒരു പീരീഡ്സ് ഡേ എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും